ഫൈനലി വർഷങ്ങൾ കാത്തിരുന്നു ഓമഞ്ച. ഞങ്ങളുടെ ആ മാജിക്കൽ ഡേ ഇനി വന്നെത്തി. 10 വർഷം. അയ്യോ, ഞങ്ങൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിരുന്ന ദിവസമാണിത്. ഞാൻ ഭയങ്കര ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവളെ പോലെ ഒരാളെ പങ്കാളിയായിട്ട് കിട്ടിയതിൽ. ഭയങ്കര പ്യുവർ സോളായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ബെസ്റ്റ് പേഴ്സൺ ആണ്. എനിക്കുള്ള ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് ഒക്കെ മാറ്റിയെടുത്ത് എന്നെ ഒരു നല്ലൊരു പേഴ്സണാക്കി മാറ്റാൻ ഇവരുടെ ഇൻഫ്ലുവൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കള്ളത്തരെന്ന് പറയുന്ന അയത്തിനില്ല. ഞാൻ ഇടയ്ക്ക് ദേഷ്യപ്പെടും. അയത്തെ ആവശ്യമില്ലാത്തടത്ത് നന്മയോളിയായി ആവശ്യമില്ലാത്ത വള്ളി വിളിച്ചു വെക്കരുതെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് നന്മ കളിക്കും ചില സമയത്ത്. എനിക്ക് പല കാര്യങ്ങളിലും അവൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറി ബിഗിൻ ചെയ്തത് കോളേജ് ടൈമിലാണ്. ഇതിനെ ആദ്യം കണ്ടപ്പോൾ അയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനെ പോലെ ഇരുന്നിരുന്നേ. പൊക്കം ഇത്രയില്ല, കുറച്ച് പൊക്കം, മീശയില്ല, മുടിയൊക്കെ ഇങ്ങനെ മുള്ളമ്പന്നിയെ കൂട്ടുള്ള ഒരു മുടിയായിരുന്നു, ഫുൾ ഓയിലി ആയിട്ടുള്ള ഒരു മുടി. അന്നത്തെ സംസാരത്തിൽ നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ ഒരു റിലേഷനിലെത്തുമെന്ന്. അപ്പം ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഗൗരി എവിടെയോ നേരത്തെ മീറ്റ് ചെയ്തൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല, അങ്ങനെ ഒരു സംഗതിയായിരുന്നു. പിന്നീട് ഞങ്ങൾ ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല തിക്ക് ഫ്രണ്ട്സായി. അതിനുശേഷം റിലേഷൻഷിപ്പിലേക്ക് പയ്യെ മാറുകയായിരുന്നു. റിലേഷൻഷിപ്പിലായപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്നോട് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ നോയാ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നീട് ആലോചിച്ച്, കാരണം അജിത്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. ഞാനിങ്ങനെ എന്താ പറയുന്നത്, ഒരു എക്സ്ട്രോവേർട്ട് ആളാണ്. എല്ലാ പരിപാടിക്കും കയറി തല വെക്കും. എനിക്ക് സ്റ്റേജ് ഫിയറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നിനക്കെന്താ ഇഷ്ടം നീ അത് ചെയ്തോ. ഞാനിപ്പോൾ ചില ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലും അത് നിനക്ക് ഇഷ്ടമാണോ നീ ഇട്ടോ എന്നേ പറയാറുള്ളൂ. അതിൻ്റെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലും ഞാൻ അവിടെ പൊക്കോട്ടെ ഇന്നത് ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ച് ചെയ്യുന്ന ഒരാളേ അല്ല. എനിക്ക് ചെയ്യാൻ തോന്നിയാൽ ഞാൻ ചെയ്യും. ഇപ്പോൾ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ച് എനിക്ക് പോകണം തോന്നിയാൽ ഞാൻ പോകും. ആ സെയിം ഫ്രീഡം എനിക്ക് എൻ്റെ വീട്ടിലെന്താണോ അതാണ് ഇത്. എന്നുവെച്ചാൽ ഇതെന്നേലും നടക്കുമെന്ന് നമുക്കറിയാം, പക്ഷേ എങ്ങനെ നടക്കും, എപ്പോൾ നടക്കും, അങ്ങനെ നമുക്ക് കൃത്യമായൊരു പ്ലാനില്ലല്ലോ. അത് കഴിഞ്ഞ് വീട്ടുകാരൊക്കെ നമ്മളെ പുഷ് ചെയ്ത് വേഗം വേണം പ്രായം മുമ്പോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഇവിടം വരെ എത്തി. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾ അത്ര സ്റ്റേബിൾ ആയിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. എനിക്ക് എൻ്റെ വീടാണ്. എനിക്ക് എന്തും പറയാം, എന്നെ ജഡ്ജ് ചെയ്യത്തേയില്ല. എനിക്ക് വിഷമം പറയാം, എൻ്റെ സന്തോഷം പറയാം, എൻ്റെ സങ്കടം പറയാം, എന്തും എനിക്ക് പറയാം. അങ്ങനെ രണ്ടുപേരായിട്ടുള്ളത്. ഒന്ന് മനുമോനും ഒന്ന് അജിത്തും. അജിത്തിനെ കിട്ടിയില്ലെങ്കിൽ മനുമോൻ്റെ അടുത്തോട്ട് പോകും. എനിക്ക് എന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളൊരു പേഴ്സണാണ് അജിത്ത്. എനിക്ക് എന്തും പറയാനും എന്തും ചെയ്യാനും കംപ്ലീറ്റ് ഫ്രീഡം. ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് വേണം പറയാം. കാര്യം ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ്, എന്നും കാണും. ഇനിയിപ്പോൾ കല്യാണം കഴിയുമ്പോൾ അറിയാം എന്താവുമെന്ന്. എന്നിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട്, അവനൊരു ഡൗൺ വന്നപ്പോൾ ഞാനും, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അവനും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. യു ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ. നിനക്ക് ആ പൊട്ടൻഷ്യൽ ഉറപ്പായിട്ടും ഉണ്ടായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ രണ്ടുപേരും ഒരു ടീമാണ്.